ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. വചനമായി ഞങ്ങൾ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും നിന്റെ കൃപയാൽ സകല മനുഷ്യനെയും ജീവരക്ഷയ്ക്കും വേണ്ടി വിശുദ്ധ ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കുന്നവനും വിശുദ്ധ തൃത്വത്തിൽ ഒരുവനും തന്റെ പിതാവിനോടും ജീവനുള്ള വിശ്രമയോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട സ്നേഹിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മെസ്സിയ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
സ്നേഹ ഭാഗ്യവാൻ ചൊല്ലിടുന്നു നിങ്ങളെ ഞങ്ങളറിയിച്ചതന്നെ മറ്റൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശത്തോ അവസാനിപ്പിപ്പോ ദൈവമായ കർത്താവേ, ദിവസങ്ങളിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും കൽപ്പനകളെ വെടിപ്പാടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്ക് ഞങ്ങളെ യോഗ്യരുള്ളവരാക്കണമേ. ഭാഗ്യവാനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ദിനവസരങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വച്ചുകൊണ്ടതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്കു വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവക ഉള്ളവനാരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് ഇതിനാൽ അറിയും. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്ന് ഉള്ളത് തന്നെ. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാർന്ന ബലികളെ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പിൻ. ദൈവമായ കർത്താവേ, ദൈവികമായ വചനങ്ങളുടെ അറിവ് ജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധാരോഹണം നല്ലവരും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെയും യോഗ്യരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്റ്റിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വാഴ്ത്തപ്പെട്ടവനാകുന്നു. പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. കന്യകമറിയാമെന്ന് ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന
യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സിദ്ധമാക്കുവാൻ കഴിയും എന്നെ അപേക്ഷിച്ചു. യേശു മനസ്സറിഞ്ഞ് കൈനീട്ടി അവരെ തൊട്ടു. മനസ്സുണ്ട്, സിദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവനെ ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിനെ പരസ്യമായ പട്ടണത്തിൽ കണ്ടെത്താൻ കഴിയായിക്കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തുനിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഉപദേശം, ശാസന, ശിക്ഷാനിധിലഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാൻ കൃപയുള്ളവനായ പരമപിതാവേ, വേഗം നീ രൂഹയാലേ അരുളിടേണമെന്നും. ബാർക്കുമോർ സ്തോമൻ കാലോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ സഹായിക്കണം. സ്തോത്രത്തിന്റെ സംഭവിച്ചും മാഞ്ഞുപോകാത്തെല്ലാ നല്ല മഹിമയും എല്ലായ്പ്പോഴും കരയേറ്റുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെടുകയും പാപപരിഹാരം ഉണ്ടാക്കുകയും നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്ത ആഗ്രഹിക്കത്തക്ക കാഴ്ച വാഴ്ത്തപ്പെട്ടതും മാധ്യമമുള്ള ഫലം മഹത്വീകരിക്കപ്പെട്ടതും ആകുന്നു. സ്ലീബായിൽ കരയിൽ നമ്മെ വീണ്ടെടുക്കുകയും ഭൂമിയായ മൃഗങ്ങളുടെ യാഗങ്ങൾ നമ്മെ രക്ഷിക്കുകയും ചെയ്തതിനായി കന്യകയായ പെണ്ണാൻപുത്രനായിരിക്കും ഞാനായ മസ്തിഹാൻ തമ്പുരാന് ദൈവികമായ സ്തോത്രം പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുസ് നിരങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും എനിക്ക് യോഗ്യമായിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളാർക്കാതവനുമായ ശില്ലാതാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതവനും പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹാന്യത്താൽ മായിച്ച് നല്ലവനെ ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, കരുണയാൽ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയമാനം ഞങ്ങളുടെ മേൽ പഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മസ്സിഹായെ ഞങ്ങൾക്ക് പാപപരിഹാരകനും ആയിരിക്കണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന അവസാനത്തിന് നീ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിനെ ചർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. പൂർണ്ണഹൃദയത്തോടെ തന്നെ നോക്കി വിളിക്കുന്നതിനെ സ്തുതിയാൻ ഞാൻ കൈക്കൊള്ളുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, മക്കളായ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നിന്റെ ജനത്തിൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കാഴ്ചകൾ നിനക്ക് അർപ്പിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനായ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കർത്താവായ യേശു മസീഹ മൂലം
ഞങ്ങളുടെ മേലൂടെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകൾ മേലും വിശ്വാസമുള്ള സർജനത്തിന്മേലും വസിക്കുമാറാകണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം എല്ലാവരും ഉത്തരമായി പറയണം: പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് വന്യപിതാവിന്റെ പിന്നാലെ ചൊല്ലണം. സർവശക്തനായ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സസ്യദേവതകൾ വിശ്വസിക്കുന്നു. സർവ്വലോകങ്ങളിലെ പാപം ജനിച്ചവനും പ്രകാശവും സത്യമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും ദൈവമുള്ളവനും സർവ്വസൃഷ്ടിക്കുമാത്രമായവനും സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധമായ ജനധരിച്ച മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിലേറി അവസാനമല്ലാത്ത രാജ്യത്തുള്ളവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് വാക്കുകൾ ഏറ്റുപറഞ്ഞ് ബാറക്കുമോർ സ്തോമൻ കാലോ. സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് ആരെങ്കിലും ഒരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുമ്പോട്ട് വന്നാൽ മുട്ടുവെക്കാം. എന്നോടുള്ള സർവനന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. സർവശക്തനത്തിനുമായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ആയുസ് അവിടുത്തെ ദാനം ജീവിപ്പാൻ അനുവദിക്കുന്നത് അവിടുത്തെ കൃപ. ഓരോ ദിവസവും ഓരോ വർഷവും ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവം എത്ര നല്ലവൻ എന്നറിഞ്ഞ് കർത്താവുമായിട്ടുള്ളതായ ബന്ധത്തിൽ ജീവിപ്പാൻ ഇടയാക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് അനുഗ്രഹമാർത്തമ സുറിയൻ സഭയെ അനുഗ്രഹകരമായി നയിക്കുന്ന വിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തമ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയിട്ടുന്നു. ആയുസ്സിൽ ഒരു വർഷം കൂടെ അവിടുന്ന് ദാനമായി നൽകി. ഇത്രത്തോളം യഹോവ പരിപാലിച്ചു, ഇത്രത്തോളം ദൈവം നടത്തിയെന്നുള്ള ബോധത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ഇടയാക്കിയ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം കരയിട്ടുന്നു. നാഥൻ നടത്തിയ വഴികൾ എത്ര ശ്രേഷ്ഠം! ജനനം മുതൽ ഇതുവരെയും പരിപാലിച്ചു. ധന്യമായ ജീവിതത്തിലൂടെ സഭയിലും സമൂഹത്തിലും അനുഗ്രഹകരമായി സേവ ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ നൽകിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. മാതാപിതാക്കൾക്കായി സ്തോത്രം. സഹോദരി സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ രീതിയിൽ തിരുവേനിയുടെ ജീവിതത്തിൽ ഇതുവരെയും ഓരോ രംഗങ്ങളിൽ സ്വാധീനവും പ്രോത്സാഹനവും നൽകിയ എല്ലാവരെയും ഓർത്ത് നന്ദി കരയറ്റുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ വർഷം അവിടുന്ന് കാത്തു പരിപാലിച്ചു. അവിടുത്തെ കരങ്ങൾ സുരക്ഷിതരായി നിലനിൽപ്പാനോട് സഹായിച്ചു. ദൈവം എല്ലായ്പ്പോഴും വിശ്വസ്തനെന്ന് മനസ്സിലാക്കി
നിന്നോടുള്ള വിശ്വസ്തതയിൽ തുടർന്ന് മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ. പുതിയ വർഷത്തിൻ്റെ സാധ്യത നിന്നിൽ കണ്ടെത്തുവാനിടയാകണമേ. ഓരോ ജീവിത സാഹചര്യങ്ങളും ഞങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുന്ന ദൈവം മതിയായവൻ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പൂർണ്ണപ്രദാനം ചെയ്ത് സൗഖ്യവും ആരോഗ്യവും ബലവും നൽകി തുടർന്നും ഈ സഭയെ നയിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. അനേകരുടെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിപ്പാനിടയാകണമേ. പ്രവർത്തന രംഗങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിരന്തരമായിട്ടുള്ളതായി വ്യാപാരം അനുഭവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, തിരുനാമത്തിന് വേണ്ടി എന്നുള്ളതായ ബോധത്തോടുകൂടെ ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഇവിടുന്ന് സഹായിക്കണമേ. എല്ലാ നല്ല ദാനങ്ങളെയും പ്രദാനം ചെയ്യുന്ന ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹകരമായ ശുശ്രൂഷ സഭയിലും സമൂഹത്തിലും ആഗോള സഭയിലും എല്ലാ മനുഷ്യർക്കും തുടർന്നും നൽകുവാൻ തിരുവനന്തപുരം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെ തിരുകൾ സമർപ്പിക്കുന്നു. രവയിൽ കാക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. വിശ്വാസ സമൂഹത്തെ ശക്തിപ്പെടുത്തണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സന്യസ്തരെയും സുവിശേഷകരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഇവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് 2026 മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ 12ാമത്തെ ഗീതം പാടുകയും ആ സമയത്ത് സ്തോത്രകാഴ്ച ശേഖരിക്കുകയും ചെയ്യാം. മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ 12ാമത്തെ പാട്ട്. പരിശുദ്ധൻ, ബലവാനേ നീ മാത്രം പരിശുദ്ധൻ. അടിയങ്ങൾക്കായി ക്രൂശേറ്റവനേ, അനുതാപ കണ്ണീരിൽ കനിവേകണമേ. അടിയങ്ങൾക്കായി ക്രൂശേറ്റവനേ, അനുതാപ കണ്ണീരിൽ കനിവേകണമേ. ഭാരങ്ങൾ ഓരോന്നായി കൂടിയാലും നോവിൻ്റെ ആഴങ്ങൾ കണ്ടെന്നാലും, ഭാരങ്ങൾ ഓരോന്നായി കൂടിയാലും നോവിൻ്റെ ആഴങ്ങൾ കണ്ടെന്നാലും, നോവെന്തെന്നറിയുന്നോൻ കാരുണ്യവാൻ, സന്തോഷത്തോടെന്നും ചൊല്ലിടും ഞാൻ. നോവെന്തെന്നറിയുന്നോൻ കാരുണ്യവാൻ, സന്തോഷത്തോടെന്നും ചൊല്ലിടും ഞാൻ. ദൈവമേ നീ എന്നും പരിശുദ്ധൻ, ബലവാനേ നീ മാത്രം പരിശുദ്ധൻ. അടിയങ്ങൾക്കായി ക്രൂശേറ്റവനേ, അനുതാപ കണ്ണീരിൽ കനിവേകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളെ തന്നെ തിരുമുമ്പ് സമർപ്പിക്കുന്നതിൻ്റെ സൂചകമായി തിരുമുമ്പ് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുള്ള ഈ സ്തോത്രകാഴ്ചകളെ സ്വീകരിക്കുകയും സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും നീ വാഴ്ത്തുകയും ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലായ്പ്പോഴും നിൻ്റെ കൃപകൾ അനുഭവിച്ച് തിരുനാമത്തിനായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ തന്നെ ഇടയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ഇന്ന് വായിച്ചതായിട്ടുള്ള വിശുദ്ധ എവൻഗേലിയോൻ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളാകുന്നു. Be compassionate as Christ is compassionate. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇന്ന് ഉണ്ടാകുവാൻ കാരണം ദൈവം കൃപ നൽകട്ടെ. Compassion moves us to understand the needs of others. And compassion will become a healing to the person who is sick. 3. Compassion will help us to befriend
the so-called strangers. Compassion will move us to understand the needs of others. Compassion will be a healing to the person who is sick. Compassion helps us to befriend the person who is a stranger. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും കുമ്പസാര പ്രാർത്ഥനയ്ക്കായി അതത് സ്ഥാനങ്ങളിൽ ശാന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. സ്വന്തം നിനക്കിനി പാപബന്ധം നീക്കനിൽ നിന്ന് പ്രിയനാഥ, പാപമെന്നിൽ നീക്കനിൽ നിന്ന് പ്രിയനാഥ. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. സ്നേഹവും സമാധാനവും സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിനു ശേഷം കരുണകളർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. ഞങ്ങളെല്ലാവരെ നീ വാഴ്ത്തണമേ. നിന്റെ മേഘപുത്രനെ പരിശുദ്ധ റൂഹാന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുമുടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മസിഹാദമായ വിരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പരിശുദ്ധാനുഹായുമായ സത്യ ദൈവത്തെ വന്ദിക്കുന്നത് സ്തുതിക്കുന്നത് മഹത്വപ്പെടുത്തുന്ന അത്മേന്മാരായിരം ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 നാർത്തുപാട് സ്തുതിപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരാക്കണമേ. ആകാശവും ഭൂമിയും പരിശുദ്ധൻ 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 സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വാഴ്ത്തപ്പെടുന്നവനാകുന്നു. രക്ഷാകരമായ പീഡാനുഭവത്തിൽ തന്നെ ഒരുങ്ങിയപ്പോൾ വിശുദ്ധ കൈകളിൽ അപ്പം താനെടുത്തു മാത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധീകരിച്ച് മുറിച്ച് അതിന്റെ വിശുദ്ധ സ്ത്രീഹന്മാർ കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പേ, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്നരുൾ ചെയ്തു. അപ്രകാരം
ആഹാരം തന്നെ കാസായും അവനെടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധീകരിച്ച് വിശുദ്ധാശ്ലേഹന്മാർ കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിക്കുന്നവർക്ക് വേണ്ടി പാപോചനത്തിനായി ചെറിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്നരുൾ ചെയ്തു. ഇങ്ങനെ നിങ്ങൾ എപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവാളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. രണ്ടാമതുള്ളതായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. അനുഗ്രഹങ്ങൾ അവരുടെ മേലും ഉണ്ടായിരിക്കണമേ. സുരക്ഷാരമായ ചില വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവർത്തനം പ്രകാരം പ്രതിഫലം നൽകുന്ന രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായ എൻ്റെ സഭ സർവശക്തിപിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സർവശക്തപിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളോട് ഉത്തരമരുളണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളേ. ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അപ്പം നമ്മുടെ കർത്താവേ ശിംശയുടെ ശരീരമായിരിക്കാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഞാൻ നമ്മുടെ കർത്താവേ ശിംശയുടെ രക്തമായിരിക്കാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. നിനക്ക് ഏകപുത്രന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. കർത്താവേ, 4 ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള CSI CNI സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കിം മാർ കൂർലോസ്, ജോസഫ് മാർ ബർണബാസ് എന്നീ സഭകൾ മെത്രാപ്പോലീത്തമാരെയും തോമസ് മാർ തിമത്യോസ്, ഐസക് മാർ ഫിലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗീഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്കറിയാസ് മാർ അപ്രേം, ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സറാഫീം എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ, ഷമാശന്മാർ മുതലായ പട്ടത്തിനടുത്ത് എല്ലാവരെയും സന്യസ്തർ, സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ നോട്ടത്തിൽ വിശ്വസ്തയോട് വിലയുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്കു വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴവരെ നടത്തേണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യക മറിയാമിനെയും ശുദ്ധിമാന്മാരായ നിബ്യന്മാരെയും സ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഏവെങ്കലിസ്തന്മാരെയും സഹദേന്മാരെയും ഔദ്യാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, നിക്കായിലും കുസ്തന്തിനോസ് പോലീസിലും എഫസോസിലും ഉണ്ടായ 3 സുനഹദോസുകളെയും അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും
അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളേണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആർദ്രമതേ വാതിലിൽ മുട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൻ നാദമെങ്ങളുടെ പാറയ്ക്കുമോ കുരിയേലൈസോ. സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തൻ്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹങ്ങളായ കർത്താവേ, തൃക്കൈകളെ ജീവൻ ഞങ്ങൾ പരമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇറക്കുന്നു. നല്ലവനെ ദേതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായി ഈ സമയം വിനിയോഗിക്കാം. വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മളുടെ ഭവനത്തിലെ ആവശ്യങ്ങൾ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, ചുറ്റുപാടും പാർക്കുന്ന ആളുകൾ, എല്ലാവരുടെ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരാം. നമ്മുടെ സഭയെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. സഭയിലെ എല്ലാ മേൽപ്പട്ടക്കാർക്ക് വേണ്ടിയും പട്ടക്കാർക്ക് വേണ്ടിയും സുവിശേഷർക്ക് വേണ്ടിയും സേവനിമാർക്ക് വേണ്ടിയും വിശ്വാസമുള്ള ജനത്തിനു വേണ്ടിയും എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ ഔദ്യോഗിക ഭാരവാഹികളെ പ്രത്യേകമായിട്ട് ഓർക്കാം. സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും സംഘടനകളെയും അതിൻ്റെ ചുമതലയിലായിരിക്കുന്ന എല്ലാ ചുമതലക്കാരെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം. വിവിധ ഭദ്രാസനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭാ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ളവരെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തെടുക്കുന്നതായുള്ള തീരുമാനങ്ങളൊക്കെ സഭയെയും സമൂഹത്തെയും ഈ കാലഘട്ടത്തെയും ഒക്കെ സ്വാധീനിക്കുന്നതാകുന്നു എന്നുള്ള ബോധ്യത്താൽ നിറയുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അധിവസിക്കുന്നതായിട്ടുള്ള ഈ ഭൂമണ്ഡലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് നമ്മളുടെ രാജ്യത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ദിവസങ്ങളിൽ ചേർന്ന് വരാം. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോരോ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും ഉചിതോത്തമമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവസ്നേഹമുള്ളവരായി, ദൈവത്തെ സ്നേഹിക്കുന്നവരായി, ദൈവത്തിൻ്റെ വഴികൾ നടക്കുന്നവരായി വളർന്നു വരുവാൻ അവരെ ഇടയാക്കണമേ. അപ്രകാരം വളർത്തുവാൻ മാതാപിതാക്കളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വയോധികരായിട്ടുള്ള ആളുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രായാധിക്യവും ക്ഷീണമൊക്കെ ഉള്ളപ്പോൾ ജീവിതത്തിൻ്റെ പരിമിതിയുള്ള ബന്ധത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നല്ലവനായിട്ടുള്ള ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബസ്ഥരായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവുള്ള ഭവനങ്ങളായി തങ്ങളുടെ ഭവനങ്ങളൊക്കെ കാണപ്പെടുവാൻ, വിവാഹ ജീവിതം പാവനമായിട്ട് ദർശിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ഇടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യുദ്ധഭീഷണികളെയും യുദ്ധത്തിൻ്റേതായ കെടുതികളെയും കുടിയേറ്റങ്ങളെയൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സമാധാനം ഞങ്ങളുടെ ഒരു വാഴുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി സമൂഹത്തിൻ്റെ ദൂഷ്യാവശ്യങ്ങളിലൂടെയൊക്കെ വീണുപോകുന്നതായിട്ടുള്ള ആളുകൾ, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുന്നതായിട്ടുള്ള ആളുകൾ,
വിടുതൽ ലഭ്യമായി തീരുവാൻ തക്കവണ്ണം എല്ലാ പ്രവർത്തനങ്ങളും സാധ്യമാകണമേ. സ്നേഹത്തോടെ കരുണയോടെ അവരോട് ഇടപെടുവാൻ നമ്മെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഷ്ഠരോഗിയെ കണ്ട് മനസ്സറിഞ്ഞ് തൊട്ട് സൗഖ്യമാക്കിയതായുള്ള കർത്താവിൻ്റെ ഭാവമുള്ളവരായി ഈ ലോകത്തിൽ ജീവിപ്പാനെ കൊണ്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല അസുഖമില്ലായിരിക്കുന്നവരുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദുഃഖിതരുടെ ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രകാരമുള്ള നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവ് നമ്മെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയിൽ ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്താം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ള മഹത്വമുള്ള സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആനന്ദമില്ലാത്ത വന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നവയുമായ വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോടെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധി വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. ബാറയ്ക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ വേറെ വീടനുഭവങ്ങളാൽ എന്നെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടായതുണ്ടാകുന്നതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്നതിനും നിവൃത്തി വരുത്തുന്നതിനുമായ ജീവന വിശുദ്ധിയുമുള്ള അർഹമായ നമ്മോട് കൂടെ കർത്താവിന്റെ നാമം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ജീവികളായി നടന്നപ്പോൾ ഉപദേശിച്ചിട്ടുള്ളവരം പുണ്യ പിതാക്കളെ പ്രാർത്ഥന കാഴ്ചകളൊക്കെയിലും ഓർത്തവരെ പിന്തുടരേണം. ദൈവാ സുതരവരെ മോക്ഷേ അനുകൂലമാക്കും. നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണയ്ക്കേണമേ. ക്രിയേസോൻ ക്രിലൈസോൻ ക്രിയേലൈസോൻ. നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. പിതാവ് മക്കളോട് കരുണ കാണിക്കുന്ന പ്രകാരം കർത്താവിനെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യദിവസങ്ങൾ പോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ മുളയ്ക്കുന്നു. ബാറയ്ക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. ആദ്യം മുതലേക്കും തന്നെ. ആമേൻ. നിൻ ശരണത്തിൽ മൃതരാം നിൻ അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലെ ഉണർത്തുമ്പോ ഞങ്ങളെയും നീ ഓർക്കേണമേ. സോമൻ കാലോ സ്കുറിയേ ലാ
നിൻ വലഭാഗത്തിൻ ഉടയോരായ കുഞ്ഞാടുകളോടൊത്തു ഞങ്ങൾ മോദിക്കേണമേ. വരുവേൻ നിങ്ങൾ വിശുദ്ധരോടൊപ്പം നിത്യരാജ്യം അനുഭവിപ്പീന് അരുളും സ്വരം കേൾക്കണമെങ്ങൾ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു നിന്നുയർപ്പാലതു മാഞ്ഞതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാം. കർത്താവേ നിൻ വലഭാഗത്തിൻ ഉടയോരായ കുഞ്ഞാടുകളോടൊത്തു ഞങ്ങൾ മോദിക്കേണമേ. വരുവേൻ വിശുദ്ധരോടൊപ്പം നിത്യരാജ്യം വിപിനം നരുളും സ്വരം കേൾക്കണമേ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു നിന്നുയർപ്പാലതു മാഞ്ഞതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാം. സ്വന്തം ഞങ്ങൾ ശബ്ദമുയർത്തി സ്തുതി പാടുവാൻ മണ്ണിനെ ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം വന്ദിനും സുത്തിനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച വർഗത്തിന്റെ നേക്കമുള്ള പതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവെ, കാണപ്പെടാമല്ല തന്റെ വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ ദിവസങ്ങളിലും പ്രസാദമായി ഗാകുൽ താഴെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിക്കാമല്ലാത്ത ദൃശ്യങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത്തിൽ വഹിച്ചിരിക്കുന്നവരെ കൊടുക്കുന്നവരുടെ കൈക്കൊള്ളുന്നവരുടെ മേലും വേൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആദ്യ കരുണകൾ നമ്മുടെ മേലും അവരുടെ മേലും എന്നുവന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദേതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, തിരുമല ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണവുമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ.
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗാഗുൽത്തായുടെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും നമ്മുടെ കർത്താവെ സംശയം ശരീരവും രക്തവും ശരീരത്തിന് ആത്മാവിൻ്റെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുവർക്കും നൽകപ്പെടുന്നു. ആമേൻ. തൻ വിലാതീരസ്നേഹം ആർക്കു വർണ്ണിക്കാം. തന്നന്തികെ ചേർന്നങ്ങായതറിഞ്ഞോർക്കു സാധ്യം. യേശുവിൻ സ്നേഹം സ്നേഹം യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, സമസ്തയായ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ നിന്റെ രക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷയ്ക്കും ന്യായവിധിക്കുമായി ഭവിക്കരുത്. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ലോകം മുഴുവനും എന്നെ മുട്ടുകുത്തി വന്ദിക്കും. സകലനാമത്തിന് സ്തോത്രം ചെയ്യും. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനും അവിടുത്തെ ആശയം നീയാകൊണ്ട് ഞങ്ങളോട് കൃപയ്ക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാരുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി ആദ്യം മുതലുള്ള സർവ്വസ്ഥിതരോടും കൂടി ഓഹരി അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനു ശേഷം തിരുസന്നിധികളെ ഞങ്ങൾ വണക്കുന്നു. അത്യുന്നതങ്ങളിൽ വാസം ചെയ്യും ഇലാഹി ദേവാ, തിങ്കൾ കരുണ കണ്ണാൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ശോഭിതമാം ക്രൂശിൻ നിഴലിൽ ഞങ്ങളെ മറച്ച് കാരുണ്യത്താൽ ഈ കൂട്ടത്തെ വാഴ്ത്തിടണമേ. കൈക്കൊണ്ട് നിന്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്പന്റെ അനുഗ്രഹമുള്ളവരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. നമുക്ക് വാത്സല്യമുള്ളവരെ, പാപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധ മഹത്വമുള്ള തത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നാം ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസാൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഭാവിയുമായിടിയാർന്ന നമുക്ക് നിന്റെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലെ പോയി
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പേ. ക്രിസ്തേശുനിൻ കുരിശാലും മധ്യസ്ഥ പ്രാർത്ഥനയാലും ശിക്ഷകൾ ഞങ്ങളിൽ നിന്നൊഴിച്ച് രക്ഷയിലാക്കി കാക്കേണമേ. എല്ലാവർക്കും അല്പസമയം കൂടി അതാ സ്ഥാനങ്ങളിൽ ശാന്തമായി പ്രാർത്ഥനയോടെ ഇരിപ്പാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് 2026 കൺവെൻഷൻ ഗീതങ്ങളിലെ 13ാമത്തെ ഗീതം ചേർന്ന് പാടാം. 2026 കൺവെൻഷൻ ഗീതങ്ങളിൽ 13ാമത്തെ ഗീതം. തണലിൽ അനുദിനമെന്നെ പോറ്റിയിടുന്നവനെ, എന്നൊമ്പരമെല്ലാം നന്മയതാക്കി മാറ്റിയിടുന്നവനെ, പറഞ്ഞു തീരാദാനമതേകിയ കരുണകളോർക്കുമ്പോൾ എന്നാവിൽ നിറയും മനവും പാടും സ്തുതിയുടെ സംഗീതം. കൃപയുടെ തണലിൽ അനുദിനമെന്നെ പോറ്റിയിടുന്നവനെ, എന്നൊമ്പരമെല്ലാം നന്മയതാക്കി മാറ്റിയിടുന്നവനെ, പറഞ്ഞു തീരാദാനമതേകിയ കരുണകളോർക്കുമ്പോൾ എന്നാവിൽ നിറയും മനവും പാടും സ്തുതിയുടെ സംഗീതം. കലത്തിലെ മാവും ഭരണിയിൽ എണ്ണയും കുറഞ്ഞു പോകാതെ എന്നില്ലായ്മകളിൽ അതിശയമായി നടത്തിയിടുന്നവനെ, കലത്തിലെ മാവും ഭരണിയിൽ എണ്ണയും കുറഞ്ഞു പോകാതെ എന്നില്ലായ്മകളിൽ അതിശയമായി നടത്തിയിടുന്നവനെ, കിളിവാതിലുകൾ തുറന്നു നൽകിയ സമൃദ്ധിയതോർക്കുമ്പോൾ മിഴികൾ നിറയും നന്ദിയ പാടും സ്തുതിയുടെ സംഗീതം. കിളിവാതിലുകൾ തുറന്നു നൽകിയ സമൃദ്ധിയതോർക്കുമ്പോൾ മിഴികൾ നിറയും നന്ദിയ പാടും സ്തുതിയുടെ സംഗീതം. കൃപയുടെ തണലിൽ അനുദിനമെന്നെ പോറ്റിയിടുന്നവനെ, എന്നൊമ്പരമെല്ലാം നന്മയതാക്കി മാറ്റിയിടുന്നവനെ, പറഞ്ഞു തീരാദാനമതേകിയ കരുണകളോർക്കുമ്പോൾ എന്നാവിൽ നിറയും മനവും പാടും സ്തുതിയുടെ സംഗീതം. കണ്ണുകൾ നിറയും കനലുകളിൽ ഞാൻ വെണ്ണീറാകാതെ എൻ ചാരയണഞ്ഞു അഭയം തന്നു ജീവനെ കാത്തവനെ, കണ്ണുകൾ നിറയും കനലുകളിൽ ഞാൻ വെണ്ണീറാകാതെ എൻ ചാരയണഞ്ഞു അഭയം തന്നു ജീവനെ കാത്തവനെ, അഗ്നി നടുവിലും സിംഹക്കുഴിയും കരുതിയതോക്കുമ്പോൾ എന്നിടത്തിൽ നിറയും ദിനവും പാടും സ്തുതിയുടെ സംഗീതം. അഗ്നി നടുവിലും സിംഹക്കുഴിയും കരുതിയതോക്കുമ്പോൾ എന്നിടത്തിൽ നിറയും ദിനവും പാടും സ്തുതിയുടെ സംഗീതം. കൃപയുടെ തണലിൽ അനുദിനമെന്നെ പോറ്റിയിടുന്നവനെ, എന്നൊമ്പരമെല്ലാം നന്മയതാക്കി മാറ്റിയിടുന്നവനെ, പറഞ്ഞു തീരാ
തണലിൽ അനുദിനമെന്നെ പോറ്റിയിടുന്നവനെ, എൻ നൊമ്പരമെല്ലാം നന്മയതാക്കി മാറ്റിയിടുന്നവനെ, പറഞ്ഞു തീരാദാനമതേകിയ കരുണകളോർക്കുമ്പോൾ എന്നാവിൽ നിറയും വരവും പാടും സ്തുതിയുടെ സംഗീതം. കൃപയുടെ തണലിൽ അനുദിനമെന്നെ പോറ്റിയിടുന്നവനെ, എൻ നൊമ്പരമെല്ലാം നന്മയതാക്കി മാറ്റിയിടുന്നവനെ, പറഞ്ഞു തീരാദാനമതേകിയ കരുണകളോർക്കുമ്പോൾ എന്നാവിൽ നിറയും വരവും പാടും സ്തുതിയുടെ സംഗീതം. സർവാദരണീയനായ മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി, അഭിവന്ധ്യ തിരുമേനിമാരെ, വികാരി എന്താളച്ചൻ, വന്ധ്യ വൈദികരെ, സഭയുടെ ഔദ്യോഗിക ഭാരവാഹികളെ, മറ്റ് പ്രിയപ്പെട്ട എല്ലാവരുമേ ദൈവനാമത്തിൽ സ്നേഹവന്ദനം. മാർത്തോമ സഭയുടെ ഇടയ ശ്രേഷ്ഠൻ്റെ 78ാമത്തെ ജന്മദിനവുമായി നമുക്കിന്നിവിടെ ഒരുമിച്ച് കൂടുവാനും ഈ കഴിഞ്ഞ 77 വർഷക്കാലം നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനിയെ അതിശയവും അത്ഭുതകരമായ വഴികളിൽ നടത്തുകയും ദൈവ കൃപയുടെ അഭിഷേകം കൊണ്ട് ഈ ഇത്രത്തോളം അതിശയകരമായി നിലനിർത്തുകയും ചെയ്ത ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ടാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരു നല്ല നിമിഷങ്ങളിൽ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയും നിങ്ങളെല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് സഭയുടെ പേരിൽ അറിയിക്കുകയും ചെയ്യുന്നു. 37 വർഷം മുമ്പ് എസ് കുന്നിൽ കൂടിയ വിശ്വാസ സമൂഹം ഓക്സിയോസ് 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 എന്ന് വിളിച്ചത് നാം എല്ലാവരും ഓർക്കും. അന്ന് ജോർജ് ജേക്കബ് റമ്പാച്ചന് ഓക്സിയോസ് വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ വിളിച്ചവരിൽ ആരെങ്കിലും ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ, ഇന്ന് ഇവിടെ കൂടി വരുമ്പോൾ ഒരു ഓക്സിയോസ് വിളിക്കുവാൻ അവസരമുണ്ടെങ്കിൽ ഒട്ടും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ, പരിഭവമില്ലാതെ, അപവാദങ്ങളില്ലാതെ ഇന്നും വിളിക്കുവാൻ സാധിക്കുന്നു എന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനെത്രത്തോളം ആ രീതിയിൽ നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനിയെ ദൈവം നിലനിർത്തിയ വഴികളെയും മുഖാന്തരങ്ങളെയും ഒക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തനാക്കുന്നതും വ്യതിരിക്തനാക്കുന്നതും പ്രധാനപ്പെട്ട 3-4 ഘടകങ്ങൾ ആണ്. ഒന്ന്, അവൻ്റെ ജീവിതത്തിൽ അവൻ കാത്തു സൂക്ഷിക്കുന്നതായിട്ടുള്ള ജീവിത പ്രമാണം ആണ്. 2, അവൻ്റെ ജീവിതത്തിൽ അവൻ മുറുകെ പിടിക്കുന്ന ജീവിതത്തിലെ നിലപാടുകളാണ്. 3, അവനെടുക്കുന്ന തീരുമാനങ്ങളാണ്. 4, ആനുകാലിക സംഭവങ്ങളോടും പ്രത്യേകിച്ച് സംഭവവികാസങ്ങളോടും ആ വ്യക്തി കാത്തു സൂക്ഷിക്കുന്ന പ്രതികരണം ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മെത്രാപ്പോലീത്തയുമായിട്ടുള്ള ബന്ധത്തിൽ നാം അതൊക്കെ ചിന്തിക്കുകയും അതൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനി തൻ്റേതായ ജീവിത പ്രമാണവും തൻ്റേതായ ജീവിത നിലപാടുകളും തീരുമാനങ്ങളും പ്രതികരണവും ഒക്കെ നിലനിർത്തി, അല്ലെങ്കിൽ അത് ദൈവഹിതത്തിന് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു എന്ന് പറയുന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്, നമുക്കെല്ലാവർക്കും അഭിമാനം ഉണ്ട്. നമ്മുടെ സഭയുടെയും സമൂഹത്തിൻ്റെയും ഓരോ സ്പന്ദനങ്ങളും അതാത് കാലങ്ങളിൽ തിരിച്ചറിയുകയും സമയബന്ധിതമായിട്ട് അതിനോട്, അല്ലെങ്കിൽ ഏറ്റവും സംഗതമായിട്ടും കാലികമായിട്ടും അതിനോട് മെത്രാപ്പോലീത്ത തിരുമേനി പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനത്തിന് വക നൽകുന്നതായിട്ടുള്ള ഒരു കാര്യം ആണ്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 5 വർഷക്കാലം മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി എന്ന നിലയിൽ തിരുമേനി സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയൊക്കെ ചെയ്തതായിട്ടുള്ള എല്ലാ നല്ല നന്മകളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല കാര്യങ്ങളുമൊക്കെ ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതൊന്നും ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വളരെ പ്രധാനമായിട്ട് ഉള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ പരാജയപ്പെടാതിരിക്കാനുള്ള പല കാരണങ്ങൾ ഉണ്ട്. ഒന്ന് ജനറലൈസ് ചെയ്ത് പറയുന്നുവെങ്കിൽ 1988 അഭിവന്ധ്യ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലീത്ത ഞങ്ങളുടെ പട്ടം കൊടുക്ക് മുമ്പ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. ഒരു മനുഷ്യൻ്റെ വിജയത്തിനും പരാജയത്തിനും ഒരു കാരണമായി തീരുന്നത് അവൻ
3 കാര്യങ്ങളോട് സൂക്ഷിക്കുന്നതായ അടുപ്പവും 3 കാര്യങ്ങളോട് സൂക്ഷിക്കുന്നതായ അകലവുമാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് പണം, പെണ്ണ്, ഭക്ഷണം. അത് ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വളരെ ഒരു പാഷനേറ്റായിട്ട് കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ആണ്. നമ്മുടെ മെത്രാപ്പോലിത്തായുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ തിരുമേനി കാത്തു സൂക്ഷിക്കുന്നതായിട്ടുള്ള അകലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം മെത്രാപ്പോലിത്ത തിരുമേനിയുടെ പണത്തോടുള്ളതായ നിലപാടുകൾ. തനിക്ക് ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ സംഗതികളും സഭയുടെയും സമൂഹത്തിൻ്റെയും ദരിദ്രരുടെയും അശരണരുടെയും ഒക്കെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കുമായിട്ട് അത് ചിലവാക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ മാതാപിതാക്കളൊക്കെ പുറത്തു പോയിട്ട് തിരികെ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കും. തിരിച്ചു വരുമ്പോൾ മുട്ടായിയോ കളിപ്പാട്ടമോ ഒക്കെ കൊണ്ടുവരുമോ എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കും. എന്ന് പറയുന്ന പോലാണ് ഈ മെത്രാപ്പോലിത്ത തിരുമേനി പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ സഭാ ഓഫീസിലൊക്കെ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. ഒരു പൊതിയും കൊണ്ടായിരിക്കും തിരുമേനി വരുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊന്നും ഇതുവരെയും ഭംഗം വന്നിട്ടില്ല. തിരുമേനി തിരിച്ചു വരുമ്പോൾ തിരുമേനിക്ക് കിട്ടിയ കൈമുത്തും മറ്റുള്ളതൊക്കെ തിരുമേനി സഭാ ഓഫീസിലൊരു ഭാഗം മാത്രമാണ് തരുന്നത്. മറ്റു പല വഴിക്കും പോകുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഭദ്രാസനത്തിനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ഈ തിരുമേനി തരുന്നതായിട്ടുള്ള ഈ കവറാണ്, ഈ പണമാണ് ഈ സഭയുടെ നല്ല പ്രോജക്ട്സിനും ഇന്ന് അത് മുടക്കം കൂടാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എടുത്തു പറയത്തക്കതായിട്ടുള്ള കാര്യമാണ്. അത് നമുക്കൊക്കെ ഒരു മാതൃകയാണ്, നമുക്കതൊക്കെ വെല്ലുവിളിയാണ്. ഈ തിരുമേനിയുടെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം, ഇത്രയും വലിയ ശരീരത്തെ ഇത്രയും ചെറിയ ഭക്ഷണം കൊണ്ടെങ്ങനെ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. കാരണം തിരുമേനിയുമൊത്ത് ഈ പല സന്ദർഭങ്ങളിലും സഭാ സെക്രട്ടറി ആയതിനു ശേഷം അടുത്തിടപഴകുവാനും ഒരുമിച്ച് യാത്ര ചെയ്യുവാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനുമായിട്ട് ഇടയായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കാണുന്നതായിട്ടുള്ള വലിയൊരു മാതൃക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വലിയൊരു വെല്ലുവിളി ആണ്. പരിഭവമില്ലാതെ പരാതികളില്ലാതെ ഭക്ഷണത്തോട് തിരുമേനി കാത്തു സൂക്ഷിക്കുന്നതായിട്ടുള്ള നിലപാട് വളരെ പ്രസക്തമാണ്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു പള്ളിയിൽ രാവിലത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ ഭക്ഷണത്തിന് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം തിരുമേനിക്ക് വേറൊരിടത്ത് പോകണം. അപ്പോൾ ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ അവിടെ രാവിലെ ഞങ്ങളിരുന്ന ടേബിളിൽ രാവിലത്തെ അപ്പവും ചിക്കൻ കറിയും കൊണ്ടുവന്ന് വെച്ചു. തിരുമേനി കഴിക്കാനായിട്ട് ഒരപ്പം എടുത്തു, പ്ലേറ്റിൽ വെച്ചു. അപ്പോൾ തിരുമേനി ചിക്കൻ കറി കൂട്ടുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വെജിറ്റബിൾ കറി ഉണ്ടോ എന്ന് ചോദിച്ചു. തിരുമേനി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒരാൾ പോയി. തിരുമേനി 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം തിരുമേനി വളരെ വളരെ തന്മയത്വത്തോടുകൂടി ആ ഒരപ്പം മാത്രം എടുത്ത്, ആ അപ്പം മാത്രം, മറ്റൊന്നുമില്ല അവിടെ, ആ ഒരപ്പം മാത്രം എടുത്ത് കടിച്ചു മുറിച്ച് തിന്നിട്ട് സന്തോഷത്തോടെ എഴുന്നേറ്റ് പോയതായിട്ടുള്ള ഒരു സംഭവം. ആരോടും ഒരു പരിഭവം പറഞ്ഞില്ല. എന്തേ ബാക്കി വെജിറ്റബിൾ കറി കൊണ്ടുവരാഞ്ഞെന്നോ ഫ്രൂട്ട്സ് കൊണ്ടുവരാഞ്ഞെന്നോ അല്ലെങ്കിൽ മറ്റൊന്ന് കൊണ്ടുവരാഞ്ഞെന്നോ പറയാതെ, യാതൊരു പരിഭവമില്ലാതെ, ആരോടും പരാതി പറയാതെ ആ ഒരപ്പം കടിച്ചു മുറിച്ച്, ആ ഒപ്പം മാത്രം കടിച്ചു മുറിച്ചിട്ട് തിന്നിട്ട് എഴുന്നേറ്റ് പോയതായ ഒരു അനുഭവം. ഇപ്പം ഞാനിതൊക്കെ പറയുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുമേനിയെ വ്യത്യസ്തനാക്കുന്നതായിട്ടുള്ള ചില ഘടകങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ നീട്ടിക്കൊണ്ടു പോയാൽ തിരുമേനി എന്നോട് നിർത്താൻ പറയും. അതുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഈ മാർത്തോമ സഭയിൽ കൂടി, നല്ല മാതാപിതാക്കളിൽ കൂടി നമുക്കൊരു നല്ല യുവാവിനെയും ഒരു വൈദികനെയും ഒരു ബിഷപ്പിനെയും ഒരു മെത്രാപ്പൊലിത്തയും ഒക്കെ മാർത്തോമ സഭയിൽ കൂടി നമുക്ക് നൽകിയ ദൈവത്തിന് 1000 സ്തോത്രം നമുക്ക് കരയേറ്റാം. തീർച്ചയായിട്ടും നാം ഇന്ന് 78ാമത്തെ ജന്മദിനം നാം ഇന്ന് ആഘോഷിക്കുകയും ഓർക്കുകയും കൊണ്ടാടുകയും ചെയ്യുമ്പോൾ ഇത് നന്ദിയുടെയും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ഒരവസരം ആണ്. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഈ നൽകുവാനായിട്ടുള്ളത് മറ്റൊന്നുമല്ല, എന്നാൽ നമുക്ക് നൽകുവാനായിട്ടുള്ളത് ദൈവത്തോടുള്ളതായ നമ്മുടെ പ്രാർത്ഥനയും തിരുമേനിക്ക് വേണ്ടിയുള്ളതായ നമ്മുടെ ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുന്നതായിട്ടുള്ള അപേക്ഷകളും ആണ്. ഈ തിരുമേനിയെ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി തുടർന്നാളുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും കാലികവും സംഗതവുമായ പ്രതികരണങ്ങൾ തിരുമേനിയിൽ കൂടെ നിറവേറ്റുവാനും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുമേനി പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ മദ്യനയത്തിനോടൊക്കെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് തിരുമേനി എത്ര സശ്രദ്ധാപൂർവമാണ് തിരുമേനി പ്രതികരിച്ചതെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് തിരുമേനിയുടെ
ഈ ഒരു ശുശ്രൂഷയെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുമേനി മറ്റുള്ളവരോട് കാണിക്കുന്നതിനുള്ള ആ മനോഭാവമൊക്കെ എടുത്തു പറയത്തക്ക കാര്യമാണ്. തിരുമേനി ഡസൻ ടേക്ക് എനി പേഴ്സൺ സിലി. ഒരു വ്യക്തിയെയും തിരുമേനി ഒരു സില്ലി ആയിട്ട് കാണുന്നില്ല. തിരുമേനി ഹി ടേക്സ് എവറിഥിങ് സോ സീരിയസ്. എല്ലാത്തിനെയും ഗൗരവമായിട്ടാണ് തിരുമേനി കാണുന്നത്. അതുതന്നെ മർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയെക്കുറിച്ച് അച്ഛാ ഒരു പരാതി പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആദ്യത്തെ പരാതിയാണ് ഹി ടേക്സ് എവറിഥിങ് സോ സീരിയസ് എന്നുള്ളത്. അത് തിരുമേനിയുടെ വലിയൊരു ഗുണമാണ്. ഒന്നും പഠിക്കാതെ തിരുമേനി പറയുകയില്ല. ഒന്നും ഒരു ലൂസ് സ്റ്റോക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ല. അതൊക്കെ സഭയുടെ യശസ്സും അഭിമാനവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആണ്. തിരുമേനിയെ കൂടുതൽ ശക്തിയോടും ആരോഗ്യത്തോടും കൂടെ ദൈവം തമ്പുരാൻ വരും കാലങ്ങളിൽ നിലനിർത്തട്ടെ എന്നുള്ള ആഗ്രഹവും ആശംസയും പ്രാർത്ഥനയും മാത്രം ആണ്. തിരുമേനിയുടേതായ ഓർമ്മകളും ജീവിതവുമൊക്കെ തിരുമേനി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രചിച്ചതായിട്ടുള്ള പുസ്തകങ്ങൾ വരുന്ന ആളുകൾ നമ്മോട് പറയും. തിരുമേനി കുറിച്ചിട്ടതായ ചില വരികളൊക്കെ വരും കാലങ്ങളിൽ തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മോട് പറയും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ മകുടോദാഹരണമാണ് ജീവിതം ഒരു അഭിഷേകം എന്ന് പറയുന്ന തിരുമേനിയുടെ ആത്മകഥ. അതുകൊണ്ട് ആത്മകഥ എഴുതി തീർന്നതുകൊണ്ട് ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതണ്ട എന്നുള്ളതല്ല, തിരുമേനിയിൽ കൂടി കൂടുതൽ രചനകൾ സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനകരമായ രീതിയിൽ അനേക വ്യക്തിത്വങ്ങളെയും അച്ഛന്മാരെയും മെത്തറന്മാരെയും ഒക്കെ വെല്ലുവിളിക്കത്തക്ക രീതിയിലുള്ളതായ ചില കുറിപ്പുകൾ തുടർന്നും തിരുമേനിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഒരു ഔദ്യോഗികമായിട്ടുള്ള നന്ദിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെല്ലാവരും ഈ സമയത്ത് വന്നതിലുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കട്ടെ. ഇതൊരു കൊച്ചു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ നടത്തുവാനായിട്ട് ആഗ്രഹിച്ചത്. ആർക്കും നമ്മൾ പുറത്തങ്ങനെ ഔദ്യോഗികമായുള്ള ഇൻവിറ്റേഷൻ നമ്മൾ കൊടുത്തില്ല. അതുകൊണ്ടാണ് എന്നാൽ പലരും വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും രാവിലെ അതിനൊരു ഈ ചെറിയ ചാപ്പിൽ അതിനുള്ളൊരു സ്കോപ്പില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. സോറി. എന്നാൽ നിങ്ങൾ ഇത്രയും പേര് താല്പര്യത്തോടുകൂടെ ഇവിടെ വന്നു ഈ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നു. നിങ്ങളെല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്ന അഭിവന്ദ്യ തിരുമേനിമാരുടെ പേരിൽ, പട്ടക്കാരുടെ പേരിൽ, മാതാപിതാക്കളുടെ പേരിൽ, തിരുമേനിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന എല്ലാവരുടെയും പേരിലുള്ളതായ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഓൺലൈനിൽ കൂടി അനേകർ ഇത് കാണുന്നു, ഇത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഓൺലൈനിൽ കൂടി സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരുടെയും പേരിലും തിരുമേനിയോടുള്ളതായ സ്നേഹവും പ്രാർത്ഥനയും നമ്മൾ അറിയിക്കുന്നു. തിരുമേനിയെ സ്നേഹിക്കുന്ന മാർത്തോമ സഭയുടെ പേരിലുള്ളതായ തിരുമേനിയെ സ്നേഹിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലുള്ളതായ പ്രാർത്ഥനകളും ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും അല്ലെങ്കിൽ ആ ഒരു ആദരവും തിരുമേനിയോട് അറിയിക്കുന്നതിൻ്റെ സൂചകമായി വിശിഷ്യ മാർത്തോമ സഭയുടേതായ അനുമോദനവും അല്ലെങ്കിൽ ആ ഒരു ആദരവും ആശംസകളും അറിയിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് ഇപ്പോൾ മാർത്തോമ സഭയുടെ ക്ലർജി ട്രസ്റ്റി ഡേവിഡ് ഡാനിയേൽ അച്ഛൻ ഈ ഒരു പുഷ്പം തിരുമേനിക്ക് സമർപ്പിക്കുന്നത് ആയിരിക്കും. അതിനുശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു സന്തോഷം നമുക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം. Amen. Happy birthday to you. Happy birthday to you. Happy birthday dear Tirumeni. Happy birthday to you. May the good Lord bless you. May the good Lord bless you. May the good Lord bless you. ഇപ്പോൾ പൗലോസ് തിരുമേനി പ്രാർത്ഥിക്കും. അതിനുശേഷം മെത്രാപ്പോലീത്ത തിരുമേനി ആശീർവാദം പറയും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താഴത്തെ ഡൈനിങ് ഹാളിൽ ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. സംവത്സരങ്ങളുടെ നാഥനായുള്ളവേ, സംവത്സരങ്ങൾ കൂട്ടുന്നവൻ അവിടുന്നാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പുതിയ വയസ്സിലേക്കുള്ള പ്രവേശനം
അവിടുത്തെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടെ ആഘോഷിപ്പാൻ തക്കവണ്ണം വിശുദ്ധ മേശയൊരുക്കി ഈ മധുരതരമായ ഹൃദയ സമ്മേളനത്തോടുകൂടെ സാധ്യമാക്കി തീർത്തോ ഓർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 77 സംവത്സരക്കാലം എത്ര ധന്യവും പ്രൗഢവുമായ ജീവിതം സഭയ്ക്കും സമൂഹത്തിനും നൽകുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ തിരുമേനി എടുത്തുപയോഗിച്ച മകൾ കൃപയ്ക്കായി സ്തോത്രം. തിരുമേനിയുടെ ജീവിതം അനേകർക്ക് ഒരു പാഠമായിരിക്കാൻ തക്കവണ്ണം എന്നെല്ലാം ശിക്ഷണ അനുഭവങ്ങളിലൂടെയാകുന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങളിപ്പോഴും കേട്ടുവല്ലോ. കൂടുതൽ കൂടുതൽ നന്മ നിറഞ്ഞ ജീവിതം അവിടുന്ന് തിരുമേനിക്ക് നൽകുകയും തിരുമേനിയിലൂടെ ഈ സഭ മാത്രമല്ല ആഗോള ക്രൈസ്തവ സഭാ സമൂഹങ്ങൾക്കും പൊതുസമൂഹത്തിനും ഏറ്റവും ഗുണപരമായ നേതൃത്വം ലഭിക്കാൻ തക്കവണ്ണം എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സുഖവും സൗഖ്യവും സന്തോഷവും അവിടുന്ന് എപ്പോഴും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലൊക്കെ കൂടെ ഇരിക്കണമേ. ദൈവം തമ്പുരാൻ്റെ ഉറ്റ സഖിയായി നല്ല സ്ഥാനപതിയായി ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ശോഭിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവ് തിരുമേനിയെ എല്ലായ്പ്പോഴും അഭിഷേകം ചെയ്തു കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂട്ടുപ്രവർത്തകരായിരിക്കുന്ന സഭാപിതാക്കന്മാരെ എല്ലാവരെയും ഓർക്കുന്നു. പട്ടത്ത സമൂഹത്തിനായി അൽമായ പങ്കാളിത്തത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പൊതുസമൂഹം എത്ര ആദരവോടുകൂടെ തിരുമേനിയെ നോക്കിക്കാണുന്നു എന്ന് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതവും അപ്രകാരം മാതൃകാപരമായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണമുള്ള വലിയ സന്ദേശം അതിൽ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കി അവണ്ണം ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും സഹായിക്കണമേ. വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. മഹത്വം അവിടുത്തേക്ക് തന്നെ യേശു രക്ഷകന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. പരിശുദ്ധാർഹായമായ ത്രിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രിയരെ നമ്മുടെ എല്ലാവരോടും കൂടെ ഉൾപ്പെട്ടിരിക്കുന്ന നല്ല സഭയോടുകൂടെ സമൂഹത്തോടുകൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ.